30ാമത് IFFKക്ക് ഒരു പ്രത്യേക സിനിമയുണ്ട്. അതിൻ്റെ പേര് തന്തപ്പേര് എന്നാണ്. ഈ സിനിമ അത് പ്രത്യേകത അർഹിക്കുന്നത് അതിൻ്റെ സംവിധായകൻ തന്നെ നമ്മളോട് പറയും. എന്തായാലും ഉണ്ണികൃഷ്ണൻ ആവില്ല, അദ്ദേഹം തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ തന്തപ്പേര് എന്ന് പറയുന്ന സിനിമ, എന്താണ് ഉദ്ദേശിക്കുന്നത്? കേരളത്തിൽ നമ്മൾ മലയാള ഭാഷ മാതൃഭാഷയായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ ഇതേ സംസ്ഥാനത്ത് 20ലധികം ഭാഷകൾ പുറത്തുണ്ട്. അവർക്ക് ചിലതിന് ലിപിയുണ്ട്, ചിലതിന് ലിപിയില്ല. അപ്പോൾ പോലും ആ മാതൃഭാഷയിൽ, അതായത് കേരളത്തിന് പുറത്ത് സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരുടെ മറ്റൊരു തരത്തിലുള്ള ജീവിതമാണ് തന്തപ്പേര് അടയാളപ്പെടുത്തുന്നത്. അത് പ്രത്യേകിച്ചും മറ്റൊരു തരത്തിൽ പറയുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട് പ്രായമാവുകയാണ്. അപ്പോൾ ഇന്ത്യൻ അടിയന്തരാവസ്ഥ എങ്ങനെയാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള ഗോത്രവിഭാഗങ്ങളെ ബാധിച്ചത് എന്നൊരു അന്വേഷണം കൂടെ ഈ സിനിമയിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കല്യാണം കഴിക്കാൻ പ്രായമാവുകയും ചോദനകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോഴും ഇണകളില്ലാത്തൊരവസ്ഥ, ഇത് ട്രൈബൽ ഗ്രൂപ്പിൽ മാത്രമല്ല, മലബാറിലൊക്കെ ധാരാളമുണ്ട്. ആ 3 സാധനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സിനിമ പറയുന്നു എന്നുള്ളതാണ് തന്തപ്പേര് ലൈഫ് ഓഫ് എ ഫാലസിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതാണത് പറയുന്നത്. ഈ ചോലനായ്ക്കർ വിഭാഗത്തിനെ കുറിച്ച് സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഷ ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യം. അപ്പോൾ ഈ സെൻസറിങ്ങിൽ എങ്ങനെയാണ് ഈ ഭാഷ മറികടന്നത്, ഭാഷ എന്നുള്ള സാധനം മറികടന്നത്? ഞാൻ കുറച്ച് ദിവസമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ്. കാരണം അതിൽ അങ്ങനെ ഒരു ഭാഷ അതർ എന്നതിനപ്പുറത്തേക്ക് ഇന്നേ ഭാഷകൾ ഉൾപ്പെടുത്താൻ അതിലൊരു കോളമില്ല. മാത്രമല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്രയും ഭാഷകൾ ഇവിടെ കിടക്കുകയാണ്. 20ലധികം ഭാഷകളുണ്ട്. ഇതിങ്ങനെ പരിഗണിക്കേണ്ടതാണ്, ഇത്രയും ഭാഷകളുടെ വൈവിധ്യവും. ഭാഷ എന്ന് പറയുന്ന ഒരു സംസ്കാരം കൂടിയാണ്. അപ്പം ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രൊഡ്യൂസർ വന്ന് സംസാരിക്കുമ്പം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം സബ് ടൈറ്റിൽ മാത്രമേ ചെയ്യൂ, ഈ ഭാഷ മാറ്റില്ല എന്നാണ്. അപ്പോൾ ഇത്തരം ഭാഷ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയും വ്യത്യസ്തമായൊരു സംസ്കാരത്തെ അടയാളപ്പെടുത്തുകയും കൂടി ചെയ്യുക എന്നുള്ളത് ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. അത്രയും ഞാനത് ചെയ്തിട്ടുള്ളൂ. ഇതിൽ അഭിനയിച്ച വ്യക്തിയാണ്. എന്ത് തോന്നുന്നു ഒരു സിനിമ IFFK വേദിയിലേക്ക് എത്തുന്ന സമയത്ത്? ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യത്തെ ദിവസം ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു ഏതെങ്കിലും ഫെസ്റ്റിവൽസിനായിരിക്കും ഇതുണ്ടാവുക. ഞാനത് സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് നടന്നപ്പോൾ ഭയങ്കര സന്തോഷം. ആളുകൾ നല്ല അഭിപ്രായം പറയുന്നു, കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. ആളുകളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ്? ഒരുപാട് പേര് കരയുന്നുണ്ട്, വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. അപ്പം പുതിയൊരു അനുഭവമാണത്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തത് മുഹമ്മദ് എന്ന് പറയുന്നത് താങ്കളാണ്. എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ക്യാമറ വർക്കിൻ്റെ എക്സ്പീരിയൻസ്? ഒന്ന് ഏകദേശം നമ്മളൊരു 3 വർഷത്തോളം എടുത്തിട്ടാണ് ഈ ഷൂട്ട് തീർത്തിട്ടുള്ളത്. ഒന്ന് അവരുടെ ആ പ്രദേശത്ത് പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മറ്റ് സ്പേസിൽ പോയി ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല. അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്, അവിടുത്തെ ഒരു ഭൂപ്രകൃതി നമുക്ക് എളുപ്പത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് അല്ല. അത് മാത്രമല്ല, നമ്മുടെ അവിടെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ ക്രൂവിൻ്റെ കൂടെ വലിയൊരു ക്രൂ എന്ന് സത്യം പറഞ്ഞാൽ ഡയറക്ടർ, ക്യാമറാമാൻ, സൗണ്ട് ചെയ്യുന്ന ആൾ, അല്ലാതെ ഇതിൽ വേറെ ക്രൂ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ആയിരിക്കും എല്ലാം ചെയ്യേണ്ടത്. പിന്നെ പലതരം ക്യാമറകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കാട്ടിനകത്ത് നമുക്ക് വലിയ ക്യാമറ ഒരു പക്ഷേ ചിലപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്പേസിലേക്ക് ചെറിയ ക്യാമറകൾ ഉപയോഗിച്ച് അങ്ങനെ പല രീതിയിലാണ് സ്ഥാനം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമ ഒരു അഹന്തയ്ക്കെതിരെയുള്ളൊരു സിനിമ കൂടിയാണ്. അതിൻ്റെ ഒരു ഇതിവൃത്തം എങ്ങനെയാണ്? അപ്പോൾ എന്താണ് അത്? ലൈഫ് ഓഫ് എ പാലസ് എന്ന് പറയുമ്പം സിനിമയുടെ ചില കേരളത്തിന് പുറത്ത് ലൈഫ് ഓഫ് എ പാലസ് എന്നാണ് സിനിമയ്ക്ക് നമ്മൾ വെച്ചിരിക്കുന്നത്. കേരളത്തിൽ അത് സബ് ടൈറ്റിലായിട്ട്, അത് ടൈലായിട്ട് പോകുന്നു. ആണഹന്ത ഉടലാഴത്തിൽ തന്നെ നമ്മൾ ആ വിഷയത്തിൻ്റെ തുടർച്ചയാണിത്. അപ്പോൾ ആണഹന്ത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉദ്ധരിച്ച ഒരു പുരുഷ ജനനേന്ദ്രിയത്തിൻ്റെ ജീവിതം എന്നാണ് ലൈഫ് ഓഫ് എ പാലസ് എന്ന് പറയുമ്പോൾ. അപ്പം പുരുഷൻ്റെ അഹന്തയുടെ, അധികാരശേഷിയുടെ മറ്റൊരവസ്ഥ എങ്ങനെയാണ് ഗോത്രവിഭാഗത്തിൽ? കാരണം ഗോത്രവിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് വളരെ കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഒട്ടും സ്ത്രീ വിരുദ്ധമല്ല. നമ്മളിപ്പം ഇന്നലെ ഇവിടെ 1-2 ആളുകൾ ചോദിച്ചു, അപരിഷ്കൃതരല്ലേ അവർ എന്നുള്ളത്. ഇതൊക്കെ ഈ പുറത്തു നിൽക്കുന്ന നമ്മുടെ തോന്നലാണ്. അത്രമാത്രം നിയമവ്യവസ്ഥ ഫോളോ ചെയ്യുന്ന, ആണിനും പെണ്ണിനും തുല്യ പരിഗണനയില്ല. ചിലപ്പോൾ എനിക്കൊന്നും സ്ത്രീക്കാണ് കുറച്ചും കൂടെ ഉയർന്ന പരിഗണന തോന്നുന്നു ചോലനായ്ക്കരിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയിൽ പോലും എങ്ങനെയാണ് ആണധികാരം ഇടപെടുന്നത്, ആണധികാരം എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആണധികാരം എന്ന് പറയുന്നത് പോലും ഇപ്പം
ഈ നരിമഞ്ചൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സംശയിക്കാനുണ്ടായ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ സാമൂഹ്യ സാഹചര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടത്. കാരണം കുറേ ആളുകൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം ഓരോ ദിവസവും കേൾക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ, കാരണം ഇയാളുടെ സ്വഭാവത്തിലെ ചില വൈകല്യം പ്രശ്നങ്ങളുണ്ട്, ഇയാളുടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്നേഹത്തോടെ പരിഗണിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുള്ള ചിലരൊക്കെ ഭാര്യയെ അവരുടെ ഇണയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നോ എന്നൊരു മാനസികമായ സംശയമുണ്ട്. ഈ സംശയത്തിലൂടെയാണ് കഥ വളരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ ഈ സിനിമ എടുക്കുന്ന സമയത്ത്, ചിത്രീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു? പ്രതിസന്ധികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാ ഘട്ടത്തിലും. പക്ഷേ ആ പ്രതിസന്ധികൾ തന്നെയായിരുന്നു ത്രില്ല്. കാരണം ഞാൻ ഉടലാഴം ചെയ്തിട്ട് ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് 2-3 സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സമീപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഈ സിനിമ ഇതേ രീതിയിൽ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ്. കാരണം ഇതിൻ്റെ പ്രൊഡക്ഷൻ തൊട്ട് ഇങ്ങോട്ട് പ്രതിസന്ധികളാണ്. പക്ഷേ ഓരോ സമയത്തും അപ്പം ഞാൻ ആദ്യം സംസാരിച്ചിരുന്നത് ഉടലാഴം മുമ്പേ മാമി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു പ്രീമിയർ. അവിടെ നിന്ന് എനിക്ക് ഒരു പ്രൊഡ്യൂസർ എന്നോട് പറയാണ് അടുത്ത സിനിമ ഇത്ര ബഡ്ജറ്റിനുള്ളിൽ അയാൾ ഏൽക്കുകയാണ് ചെയ്യാം എന്നുള്ള രീതി. പക്ഷെ പിന്നീട് എനിക്കിത് മനസ്സിലായി, അദ്ദേഹം ഉദ്ദേശിക്കുന്നൊരു സിനിമയല്ല ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ ഭാഷ പറ്റില്ല, ഹിന്ദിയിലും മലയാളത്തിലും ഈ ഭാഷ മൊഴിമാറ്റം ചെയ്യണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഏരിയ ഏറ്റെടുക്കുകയും എൻ്റെ ക്രൂ മൊത്തം എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അപ്പം ഇതിലുള്ള ആളുകൾ ശമ്പളം വാങ്ങുക എന്നതിനപ്പുറത്ത് എനിക്കിങ്ങോട്ട് സ്നേഹം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ക്രൂ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ ആ രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത്. അപ്പം അവിടെ തൊട്ട് സാമ്പത്തികം തൊട്ട് ഇങ്ങോട്ടൊക്കെ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്നെ മനസ്സിലാവുന്ന, എൻ്റെ സിനിമ മനസ്സിലാവുന്ന ആളുകളായതുകൊണ്ട് അവരൊപ്പം നിന്നു. മാത്രമല്ല 6 വർഷം ഈ സിനിമ പോകുമ്പോൾ ചോലനായിക്ക ഗോത്രത്തിലുണ്ടാവുന്ന ഓരോ ചെറിയ അനക്കങ്ങൾ പോലും അത് ഞങ്ങളെയും കൂടെ ബാധിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്ത മണി, ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് ഒരു സീൻ ബാക്കിയിരിക്കുകയാണ് ആന ചവിട്ടി കൊല്ലപ്പെട്ടത്. അപ്പം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛനായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത് മാതേട്ടനായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മാതേട്ടനെ ആന ചവിട്ടി കൊല്ലപ്പെടുന്നത്. അപ്പം ഇങ്ങനെ മരണങ്ങളുടെയും അധ്വാനത്തിൻ്റെയും ഒക്കെ കൂടെയുള്ള ഇടയിലൂടെയാണ് പോയത്. പക്ഷേ ചോലനായിക്ക വിഭാഗത്തിൽപ്പെട്ട വിനോദ് ചെല്ലനാണ് ഇതിൻ്റെ തിരക്കഥ എഴുതാൻ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം തൊട്ട് മരിച്ച മണി, നരി, ഇത് അസിസ്റ്റ് ചെയ്തത് വിനയൻ കരിമ്പുഴ, അവരൊക്കെ നമുക്ക് തരുന്ന, ഈ ക്രൂ എൻ്റെ കൂടെ നിൽക്കുന്ന പോലെ തന്നെ അവർ തരുന്നൊരു സപ്പോർട്ടുണ്ട്. കാരണം ചോലനായിക്കനെ വിശേഷിപ്പിക്കപ്പെടുന്നത് കിങ് ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. അപ്പം കാട്ടിൽ അവർ കിങ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഓരോ മനുഷ്യനും വളരെ ചെറുപ്പം തൊട്ട് അവർ ഒറ്റയ്ക്ക് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി അങ്ങോട്ടും ഇടപെടില്ല, ഇങ്ങോട്ടും ഇടപെടില്ല. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യരോട് ക്യാമറയുടെ മുന്നിൽ നിന്ന് അങ്ങനെ പെരുമാറണമേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പോലും ചില സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ആ ഇറിറ്റേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് അവരങ്ങ് പോവും. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറയും ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ, നമുക്ക് അടുത്തത് എടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹബന്ധം വർക്ക് ചെയ്യാൻ ആദ്യത്തെ 2 വർഷം വേണ്ടി വന്നു. പിന്നെ 17 വർഷം മുമ്പാണ് ഒരു ഡോക്യുമെൻ്ററി ചെയ്തത്, ലാസ്റ്റ് പേജ് എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്യുമെൻ്ററിയിൽ അന്ന് കുട്ടികളായി അഭിനയിച്ച ആൾക്കാരൊക്കെയാണ് ഇന്നതിലെ നായകന്മാരൊക്കെ ആയിട്ട് വരുന്നത്. ഒരു ആത്മബന്ധമുണ്ട്, ആത്മബന്ധത്തിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. ചോലനായ്ക്കർ വിഭാഗം എന്ന് പറഞ്ഞ പൊതുവിൽ പുറത്ത് ഇറങ്ങാത്ത അവരുടെ ചുറ്റുവട്ടത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ്. അവരെങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന് തിരുവനന്തപുരം IFFK-യിൽ വരെ എത്തിച്ചത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. കാരണം ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ ഉള്ളിലാണ് ആദ്യത്തെ അള ഇവരുടെ. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് പല മലകൾ, പുഴകൾ, അത് കഴിഞ്ഞ് അങ്ങനെ പോകണം. അപ്പോൾ ഇപ്പോഴും അളയിൽ തന്നെ താമസിക്കാൻ താല്പര്യമുള്ള, അത്രയും അതിനകത്ത് ഭയങ്കരമായ അവരുടെ ഒരു ലോകം സൃഷ്ടിച്ച് അത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെയല്ലാത്ത വളരെ കുറച്ച് ആളുകൾ മാത്രമേ അതിനകത്തുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു ജീവിയും നമ്മളായി നിന്ന സ്നേഹത്തോടെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ എല്ലാവരും നമ്മളെ കിട്ടും. നമ്മളെ അടുത്ത് ഒരു കൃത്രിമ ഇല്ലാന്ന് തോന്നിയാൽ അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടായത്. എന്തായാലും സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു, അങ്ങനെ തന്നെ കാണാമല്ലേ? നിങ്ങൾക്കറിയോ, ഈ സിനിമ 2 മാസം മുമ്പ് ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ ചില പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുമ്പോൾ അത്രയും ലക്ഷങ്ങൾ ഇറക്കി വെച്ചിട്ട് സിനിമ മുഴുവൻ പൂർത്തിയായി. അപ്പോൾ ഞാനിങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ പൂർത്തിയാക്കിയ സിനിമയാണ്, അതൊന്ന് കണ്ടു നോക്കൂ, പ്രൊഡക്ഷൻ സൈഡ് എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ ഇതാ സംവിധായകൻ അവാർഡ് വാങ്ങാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയല്ലേ, ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടു കൂടി ഒഴിവാക്കിയ മനുഷ്യരുണ്ട്. പക്ഷേ അവർക്കിടയിൽ നിന്ന് സൗണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ആനിമേറ്റർ ഉണ്ട്, TS ഇന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരാൾ സിനിമ കാണാൻ വരുന്നു, ഒരു സ്ത്രീ സിനിമ കാണാൻ വരുന്നു. അവർ സിനിമ കണ്ടിട്ട് ലാസ്റ്റ് എന്നോട് ചോദിക്കുകയാണ് ഇതിനെങ്ങനെയാണ് ഞാൻ കൂടെ നിൽക്കേണ്ടതെന്ന്. ബാനു ബ്ലഷ്, അവരാണ് ഈ സിനിമയുടെ ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അപ്പം
ഇങ്ങനെ കടന്നു വരുന്ന പലതരം സാഹചര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ എനിക്ക് ഓപ്പൺ ഡേറ്റ് ആണ്. അടുത്ത സിനിമയ്ക്ക്, അടുത്ത 2-3 സിനിമയ്ക്ക് ആളുകൾ ഏത് രീതിയിലും പ്രൊഡ്യൂസർ ആയാലും, അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ക്രൈസിസ് ഉണ്ട്. അതൊക്കെ കടന്ന് ഇവിടെ വന്ന് ഈ ആളുകൾ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു സിനിമ ഉണ്ടാക്കി തന്ന ബന്ധമാണല്ലോ എന്നറിയുമ്പോൾ ഞാൻ കുറച്ചും കൂടി ആത്മവിശ്വാസിയാവുന്നു. ശരി, എന്തായാലും അങ്ങനെയായിരിക്കട്ടെ. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ കേട്ടെ. എന്തായാലും 30ാമത് ചരിത്രം കുറിക്കുന്ന 30ാമത് IFFK ഇത്തരത്തിൽ ചോല നായ്ക്കർ വിഭാഗത്തിലെ ആദ്യ സിനിമ കൂടി എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ക്യാമറ പേഴ്സൺ ഷാജില അലി ഫാത്തിമയ്ക്കൊപ്പം സുലേഖ ശിശുമാർ, കൈരളി ന്യൂസ്.